ഉരുൾപൊട്ടലിൽ മരണത്തെ തോൽപ്പിച്ച അമ്മയും മകനും മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ചു. ഒരു മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം രമ്യയും മകന് അവ്യക്തും വാടക വീട്ടിലേക്ക് താമസം മാറ്റി. ഭർത്താവും മക്കളും ഉൾപ്പെടെ 4 പേരെയാണ് രമ്യയ്ക്ക് ഈ ഉരുൾപൊട്ടൽ കൊണ്ട് നഷ്ടമായത്. സംഭവിക്കില്ല എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷേ അന്നത്തെ രാത്രിയിൽ എനിക്കെന്തോ ഒരൊറ്റ അടിയുടെ ഒരു ഓർമ്മയേ ഉള്ളൂ. ആ അടിയിൽ ഞാൻ അങ്ങനെ ഒഴുകിപ്പോയി. എന്താ സംഭവിക്കണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ബോധമൊന്നും പോയില്ല, വെള്ളത്തിലായിരുന്നു. അടുത്തുള്ള ഹസ്ബൻഡിനെയോ മോളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ശ്വാസകോശത്തിൽ ചളിയും മണ്ണും കയറി തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ അവ്യക്തും തലയ്ക്കും കാലിനും തോളലിനുമായി ശസ്ത്രക്രിയകൾ നടത്തിയ അമ്മ രമ്യയും കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയത്. ഇപ്പം മോന് ഫസ്റ്റ് തന്നെ കുടലൊരു എമർജൻസി സർജറി കഴിഞ്ഞ് മണ്ണ് കയറിയതിൻ്റെ, പിന്നെ കയ്യിലൊരു പൊട്ടലുണ്ട്, പിന്നെ ദേഹത്തൊക്കെ മുറികളായിരുന്നു, സ്റ്റിച്ചുകളായിരുന്നു. എനിക്ക് പിന്നെ മണ്ണും വെള്ളം കയറിയതിൻ്റെ വേണ്ടി ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ, അത് പോവാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഫുള്ള് സ്റ്റിച്ചുകൾ, പിന്നെ കാലിൽ പൊട്ട്. അതിന് 6 മാസത്തോളം ആവും ഒന്ന് റെഡി ആവണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ക്ലാവിക്കൽ സർജറി കഴിഞ്ഞു കഴുത്തലിന്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ട അവ്യക്തിൻ്റെ പിതാവ് മഹേഷ്, സഹോദരി ആരാധ്യ എന്നിവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മുത്തച്ഛൻ വാസുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. അച്ചമ്മ ഓമനയുടെ മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ഇന്നിപ്പം അവരുടെ ഹസ്ബൻഡും മോളും പോയി, അമ്മയും അച്ഛനും പോയി, ഞാനും മോനും അത്രയേ ഉള്ളൂ. കുത്തൊഴുക്കിൽപ്പെട്ട അവ്യക്തിനെ ചൂരൽമല സ്കൂൾ റോഡിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തുമ്പോൾ ബോധരഹിതനായിരുന്നു. 5 ദിവസത്തിന് ശേഷമാണ് അവ്യക്തിൻ്റെ ഫോട്ടോ കണ്ട് മഹേഷിൻ്റെ ബന്ധുക്കൾ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. ബോധം തെളിഞ്ഞപ്പോഴും പറഞ്ഞ് നിവേദാണോ ചോദിച്ച്, ഇപ്പോൾ അല്ല ഞാൻ അവ്യക്താണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേണ്ടി ഒരു മോൻ കാത്തിരിക്കുന്നുണ്ട്, ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്, എൻ്റെ ഫാമിലി അറിയുന്നത്. ഇവനെ സംരക്ഷിച്ച എല്ലാവരോടും, രക്ഷാപ്രവർത്തകരോട്, എന്നെ നോക്കിയെടുത്ത ഡോക്ടേഴ്സിനോട്, 4 ദിവസം എന്നെ സംരക്ഷിച്ച ആ നല്ല കുടുംബത്തോട്, ഈ ഭൂമിയും എനിക്ക് ഇവനെയെങ്കിലും തന്ന ദൈവത്തോട്, എല്ലാവരോടും നന്ദി. ഒരു വീടിൻ്റെ സ്ലാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു രമ്യ. നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. നിലവിൽ പരസഹായമില്ലാതെ കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും ആകാതെ ദുരന്തത്തിൻ്റെ മുറിപ്പാടുകളുമായി വാടക വീട്ടിൽ കഴിയുകയാണ് രമ്യ, ഭർത്താവിൻ്റെയും മകളുടെയും ഓർമ്മകളിൽ. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആശുപത്രിവാസത്തിനും സങ്കീർണതകൾ നിറഞ്ഞ ശസ്ത്രക്രിയകൾക്കുമൊടുവിൽ ഈ അമ്മയും മകനും പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭർത്താവും മകളും അമ്മയും അച്ഛനും ഉൾപ്പെടെ 4 പേരെയാണ് ഈ കുടുംബത്തിന് നഷ്ടമായത്. ഇവരെ നമ്മൾ ചേർത്ത് നിർത്തണം. സുമനസ്സുകളുടെ സഹായം ഈ കുടുംബത്തിന് കൂടിയേ തീരും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.